ഹായ് കൂട്ടുകാരെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും ചിക്കൻ ബിരിയാണി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സിമ്പിൾ ആണ്, വളരെ ഈസിയുമാണ്. അപ്പൊ നമ്മൾ കുക്കറിൽ എണ്ണയോ നെയ്യോ നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറും വരെ മൂപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഇട്ട് ഒന്ന് വഴട്ടുക. ഉള്ളി ഒരുപാട് വശയ്ക്ക് നമ്മൾ സമയം കളയണ്ട. ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഈ ഉള്ളിയും തക്കാളിയും കൂടെ കുറച്ച് ഉപ്പും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും തന്നെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്, കാരണം എന്റെ മക്കൾക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ചിക്കൻ ഓൾറെഡി പെരട്ടി വെച്ചിട്ടുള്ളതാണ്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ട് പെരട്ടി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലകളും ഇതൊക്കെ തന്നെയാണ്. ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഉള്ളിയും ചിക്കനും നന്നായിട്ട് പെരട്ടി എടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഞാൻ രമ്പയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ഞാൻ ജീര റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 2 നാഴി അരിക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരി ഇടാൻ നോക്കുക. അരി ഇട്ടതിന് ശേഷവും ഒന്ന് തിളയ്ക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ ഈ മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾപ്പിച്ച് നമ്മൾ ഉടനെ തന്നെ ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം. ആവിയെല്ലാം പോയതിനു ശേഷം തുറക്കുമ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റ്. ചൂടോടെ എടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ. ഒന്ന് തണുത്തതിന് ശേഷമാണെങ്കിൽ ചോറുകളെല്ലാം തനിയായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. ഒരു അലങ്കാര പണിക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഒന്ന് വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം സൂപ്പറാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.